പലതരത്തിലാണ് വയനാട്ടിലെ മനുഷ്യർക്കായി ജനങ്ങൾ ഇറങ്ങുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു പറ്റം CPM പ്രവർത്തകരുടെ ഒപ്പമാണ്. അവർ വയനാടിന് വേണ്ടി പ്ലക്കാർഡുകളുമായി കോട്ടയം നഗരത്തിൽ വിവിധ കടകളിലെത്തുന്നു. അവിടെ ആളുകളെ ബോധവൽക്കരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് വേണ്ടിയുള്ള അത്തരം കാര്യങ്ങൾ എങ്ങനെയാണത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സ്വരൂപണവും ആ ഫണ്ട് കൃത്യമായിട്ട് എത്തേണ്ട ഇടങ്ങളിൽ എത്തുന്ന ഒരു പ്രവർത്തനത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു ക്യാമ്പയിനാണ് ഇന്ന് CPM സംസ്ഥാനത്തുടനീളം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ന് കോട്ടയത്ത് CPMൻ്റെ കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ തന്നെ ഏതാണ്ട് 5 സ്ക്വാഡുകളായി തിരിഞ്ഞ് ഇതിനോടകം തന്നെ കോട്ടയം നഗരത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷം വ്യാപാര സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ വന്നെത്തുന്ന ബഹുജനങ്ങളെയും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മളൊരു കുറിപ്പ് ഈ ഒരു കാർഡ് ഉൾപ്പെടെ കൊടുക്കും അല്ലേ? എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? നമ്മൾ ഈ കാർഡ് സ്റ്റാൻഡ് വിത്ത് വയനാടിനോടൊപ്പം എന്നുള്ള മുദ്രാവാക്യം ആ നിലയിൽ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുമുദ്രാവാക്യം, സംസ്ഥാനത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും പൊതുമുദ്രാവാക്യമായിട്ട് വയനാടിനൊപ്പം എന്ന് പറയുന്ന മുദ്രാവാക്യം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ പിന്തുണയാണ് ബഹുജനങ്ങളിൽ നിന്ന് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചത്. പോസിറ്റീവ് സമീപനം ഉണ്ട് ജനങ്ങൾ. വളരെ പോസിറ്റീവാണ്. വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു ബിറ്റ് നോട്ടീസാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് അവരെ ഏൽപ്പിക്കുക. ഇങ്ങോട്ടൊന്നും സാമ്പത്തികം വാങ്ങുന്നില്ലല്ലോ. അതുതന്നെയല്ല, കൃത്യമായിട്ട് ഏതാണ്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, കേരള സർക്കാർ ഓതറൈസ് ചെയ്ത വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ആ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വഴി സർക്കാർ ലഭ്യമാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ടിലേക്ക്, ഈ നിധിയിലേക്ക് നൽകാനുള്ള വലിയ തയ്യാറെടുപ്പിൽ തന്നെയാണ് ആളുകളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഇങ്ങോട്ട് അവർ പറയുന്ന അവരുടെ സമീപനം, പ്രതികരണം ആ വിധത്തിൽ ആവേശകരമാണ്. അതായത് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതുകൂടി നേരിട്ട് പോയി കാണുന്നതോടുകൂടി ബോധ്യപ്പെടുത്താൻ കൂടി കഴിയും. നിശ്ചയമായിട്ടും ഒരു തെറ്റിദ്ധാരണയുടെയും കാര്യമില്ല. കാരണം ജനങ്ങൾ, വിശേഷിച്ച് കോട്ടയത്തെ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ വ്യാപാരികൾ, അവിടെ വന്നെത്തിയ വ്യാപാരാവശ്യങ്ങൾക്ക് വേണ്ടി വന്നെത്തിയ ബഹുജനങ്ങളെല്ലാം തന്നെ വളരെ ആവേശകരമായി അവരുടെ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വാചാലരാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീതിതമായ, ഏറ്റവും വിപൽക്കരമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ആ ദുരന്തത്തെ മറികടക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടുന്നത് എത്ര കൃത്യമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വലിയ ബോധ്യമാണ് വന്നിരിക്കുന്നത്. വളരെ കൃത്യമായ കോർഡിനേഷനാണ്. മറ്റൊരാൾക്ക് ഈ നിലയിലേക്ക് വരാൻ ഇനി വരുന്ന ഇതൊരു വലിയ കൃത്യമായ മാതൃകയായിട്ടാണ് മുഖ്യമന്ത്രി ഇത് ഉയർത്തുന്നത്. എന്തായാലും വളരെ പോസിറ്റീവാണ്. വളരെ ടോട്ടലി പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ ജനങ്ങളുടെയും വ്യാപാരികളുടെയും സമീപനം വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ഇന്ന് കാലത്ത് 10 മണി മുതൽ ആരംഭിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ ഉച്ചയ്ക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പകുതി ആയതേ ഉള്ളൂ. ബാക്കിയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ ഇന്ന് സായന്തനത്തോടു കൂടി നമ്മൾ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും സന്ദർശിച്ച് ഈ സന്ദേശം എത്തിക്കും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത്. എന്തായാലും വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് നേരിട്ടൊരു ബക്കറ്റ് പിരിവ് എന്നുള്ളതിനപ്പുറത്തേക്ക് സർക്കാരിലേക്ക് നിക്ഷേപിക്കുക എന്ന പുതിയ തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കൂടിയാണ്. അതായത് കൃത്യമായി അതിനൊരു ആ നിലയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടിയാണ് ഈ CPM പ്രവർത്തകർ പോകുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.